മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ചാലക്കുടിയിൽ KSRTC ബസ്സിന് നേരെ ആക്രമണം. യുവാവ് ബൈക്കിൽ പിന്തുടർന്ന് എത്തി കല്ലെറിയുകയായിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് നേരെയാണ് കല്ലേറുണ്ടായത്. ചാലക്കുടി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും ചാലക്കുടി വരെ ബൈക്കിലെത്തിയ യുവാവ് ചാലക്കുടിയിൽ കല്ലുമായി കാത്തുനിന്നു. ബസ് എത്തിയ സമയത്ത് കല്ലെറിഞ്ഞ് ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. ബസിന്റെ മുന്നിലെ ചില്ല് പൂർണ്ണമായും തകർന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഫെബ്രുവരി 1 മുതൽ മെയ് 31 വരെ വൈദ്യുതി നിരക്ക് യൂണിറ്റ് 9 പൈസ കൂടും. മാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് വർധനവ് ബാധകമല്ല. മറ്റുള്ളവരിൽ നിന്നും യൂണിറ്റിന് 9 പൈസ വീതം 4 മാസത്തേക്ക് ഇന്ധന സർചാർജ് പിരിച്ചെടുക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയതിന് ബോർഡിന് അധികം ചിലവായത് 87.07 കോടി രൂപയാണ്. ഇത് പിരിച്ചെടുക്കുന്നതിനായാണ് വൈദ്യുതി നിരക്ക് കൂട്ടുന്നത്. സർചാർജ് തുക ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തും. താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇറക്കുമതി ചെയ്ത കൽക്കരി കൂടി ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുതി വില വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിലും സർചാർജ് വർദ്ധിക്കാനാണ് സാധ്യതയെന്നും വിദഗ്ധർ പറയുന്നു.